സക്രിയയുടെ ഗർഭിണികൾ ഒരു മൂവി ഒരു ഗർഭത്തിനെ അനുബന്ധിച്ച് ഒരു മൂവിയായിട്ട് കമ്പയർ ചെയ്യേണ്ട മൂവി അല്ല. ഇത് ടോട്ടൽ ഡിഫറെൻ്റ് ആണ്. ഇതിൽ ഗർഭത്തിനല്ല നമ്മൾ സ്ട്രെസ് കൊടുത്തിരിക്കുന്നത്, നമ്മൾ 5 ഇമോഷൻസ് ആണ് നമ്മളിതിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ഗർഭവും അല്ലെങ്കിൽ പ്രസവം അങ്ങനത്തെ സ്ട്രെസ് ചെയ്യാൻ മാത്രം ഇതിലില്ല. നമ്മൾ സമൂഹത്തിൽ കണ്ടുവരുന്ന 5 സ്ത്രീകൾ, 5 ഇമോഷൻസ്, അതാണ് പറഞ്ഞിരിക്കുന്നത്. എനിക്ക് എല്ലാ കഥാപാത്രങ്ങളും ഇഷ്ടമാണ്. സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്നത് ഒരു ഹോൾ തിങ് ആയിട്ടാണ് എനിക്കിഷ്ടം. അല്ലാണ്ട് ഇന്ന കഥാപാത്രം മാത്രമേ ഇഷ്ടമായിട്ടുള്ളൂ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഡെയിലി ലൈഫിൽ കാണുന്ന 5 ഇമോഷൻസാണ് ഇതിൽ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒന്ന് മാത്രമായിട്ട് നമ്മൾ ഇഷ്ടപ്പെടുന്നത് മോശമാണ്. സോ എല്ലാ കഥാപാത്രവും ഇഷ്ടമാണ് എനിക്ക്. എല്ലാവർക്കും കാണാൻ പറ്റുന്ന മൂവിയാണ്. നമ്മളൊരു സിനിമ എടുക്കുമ്പോൾ ഒരു വിഭാഗം ആൾക്കാർക്ക് മാത്രമായിട്ട് എടുക്കരുത് എന്നാണ് എൻ്റെ വിശ്വാസം. എല്ലാവർക്കും ഒരു ടെൻഷനും ഇല്ലാണ്ട് പോയിരുന്ന് കാണാൻ പറ്റണം. എല്ലാവർക്കും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്ന മൂവി ആയിരിക്കണം. ആൻഡ് സക്രിയയുടെ ഗർഭിണികൾ എന്ന് പറയുന്ന മൂവി എല്ലാവർക്കും കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ്. അതിൽ ഒന്നും റോങ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ റോങ് വേർഡ്സ് അങ്ങനത്തെ ഒന്നുമില്ല. ഇറ്റ്സ് എ ക്ലീൻ എൻ്റർടൈനർ ആൻഡ് ക്ലീൻ ഫാമിലി സബ്ജക്റ്റ്. ബാലതാരമായിട്ട് എനിക്ക് പ്രത്യേകിച്ച് ഇപ്പം അങ്ങനെ ഒരു വലിയ മാറ്റം ഉണ്ടെന്നൊന്നും എനിക്ക് തോന്നിയിട്ടില്ല. ഞാൻ പണ്ടുള്ള പോലെ തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. എന്നെ ഇപ്പോഴും എല്ലാവരും കാണുന്നത് സ്വന്തം വീട്ടിലെ കുട്ടി, അനിയത്തി കുട്ടി, മോള്, ആ ഒരു ലെവലിലാണ്. ആൻഡ് ഐ എൻജോയ് ഇറ്റ്. എനിക്ക് പലപ്പോഴായിട്ട് ഞാൻ ചിന്തിച്ചിട്ടുള്ള കാര്യമാണ്, നായികമാരില്ല, നായികമാർക്ക് പഞ്ഞം എന്ന് പറയുന്നൊരവസ്ഥ. ആൻഡ് ഐ ഡോണ്ട് ഫീൽ ഇറ്റ്. ഇവിടെ നായികന്മാർക്ക് പഞ്ഞുണ്ടെന്ന് എനിക്കിതുവരെ തോന്നിയിട്ടില്ല. ആൻഡ് ഇവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു എന്ന് എനിക്കിതുവരെ മനസ്സിലായിട്ടില്ല. നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ഒരുപാട് നല്ല ആർട്ടിസ്റ്റുകൾ മലയാളത്തിലുണ്ട്. സോ എനിക്ക് തോന്നുന്നു നമ്മൾ അവിടുന്ന് ഇവിടുന്ന് എടുക്കാണ്ട് ഇവിടുന്ന് തന്നെ ഉണ്ടാക്കി ഇവിടെ തന്നെ എന്താ പറയുക, ഇവിടെ തന്നെ ഉണ്ടാവുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എൻ്റെ വിശ്വാസം. എനിക്ക് തോന്നുന്നു പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് തമിഴിലും തെലുങ്കിലും വരുമ്പോൾ ഡിമാൻഡ് കൂടും എന്ന്. മേ ബി അതായിരിക്കാം. എനിക്ക് ബാക്കിയുള്ളവരുടെ ലൈഫിൽ കമൻറ്റ് ചെയ്ത് സംസാരിക്കാൻ പറ്റില്ല. ഓരോരുത്തർക്ക് അവരവരുടേതായിട്ടുള്ള നോട്ടങ്ങളുണ്ടാവാം. ബട്ട് എനിക്ക് തോന്നുന്നു അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ കൂടുതൽ ഡിമാൻഡ് വരും. ഇവിടെ നിന്ന് അങ്ങോട്ടേക്കും ഇവിടെയുള്ളവർ ഭയങ്കര സുന്ദരികളാണ്, ഭയങ്കര ടാലൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ് എന്നാണ് എല്ലാവരും വിശ്വസിക്കുന്നത്. എനിക്ക് അതുകൊണ്ടായിരിക്കാം മലയാളി പെൺകുട്ടികൾക്ക് എന്നും മറ്റ് ഭാഷകളിലെ മൂവികളിലേക്ക് ഭയങ്കര അവർ നോക്കി കാണുന്ന ഒരു കാര്യമാണ് ഇവിടുത്തെ കുട്ടികൾ എന്ന് പറയുന്നത്. ഞാൻ മറ്റു ഭാഷയിൽ അഭിനയിച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങോട്ടേക്ക് വന്നത്. എനിക്ക് ഒരു ഫെയിം അല്ലെങ്കിൽ മണി എന്നൊരു ചിന്ത ഉണ്ടായിരുന്നെങ്കിൽ എനിക്ക് ആ ഒരു ഇൻഡസ്ട്രിയിൽ തന്നെ നിൽക്കാമായിരുന്നു. അല്ലെങ്കിൽ ബെറ്റർ ഓപ്ഷൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ തന്നെ നിൽക്കാമായിരുന്നു എനിക്ക് വേറെ ഭാഷകളിൽ. എന്നിട്ട് നിന്നില്ല. എനിക്ക് കംഫർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ ഞാൻ വർക്ക് ചെയ്യുന്നു എന്നല്ലാണ്ട് ഇന്ന ലാംഗ്വേജിൽ വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇന്ന ലാംഗ്വേജിൽ നിന്നാണ് കൂടുതൽ ഫെയിം ഓർ മണി എന്നൊക്കെ പറഞ്ഞിട്ട് പോകുന്നത് പൊട്ടത്തരാണ്. നല്ല നല്ല സിനിമകൾ ഉണ്ടാക്കുന്നത് എപ്പോഴും സിനിമയെ ഒരുപാട് സ്നേഹിക്കുന്നവർക്കൊരു എന്താ പറയുക, ഒരു പോസിറ്റീവ് തിങ് അല്ലെങ്കിൽ ഒരു ബ്ലെസ്സ് പോലെ തന്നെയാണ്. ആൻഡ് മേ ബി പറയാൻ പറ്റില്ല, നാളെ ചിലപ്പോൾ എന്തിലേക്കും തിരിഞ്ഞേക്കാം. ഞാൻ അങ്ങനെ ഫ്യൂച്ചറിനെ കുറിച്ച് ഒരുപാട് പ്ലാൻ ചെയ്യുന്ന ആളൊന്നുമല്ല. എനിക്ക് കുറച്ച് കാര്യങ്ങളുണ്ട്, എൻ്റെ ആഗ്രഹങ്ങൾ. അത് കഴിഞ്ഞിട്ട് പിന്നീട് അങ്ങോട്ടേക്ക് ഞാൻ ചിന്തിക്കാറില്ല. ബാക്കിയൊക്കെ ലിവ് ഇൻ ദ പ്രസൻറ്റ്. നമ്മളുടെ ഇൻഡസ്ട്രിയിൽ എനിക്ക് തോന്നുന്നില്ല, ഈ ഡിമാൻഡ് എന്ന് പറയുന്നത് നമ്മൾ തന്നെ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് മഞ്ജു ചേച്ചി വരുന്നത്. മഞ്ജു ചേച്ചി കല്യാണം കഴിഞ്ഞു, എപ്പോഴും ഡിമാൻഡ് ഉണ്ടായിരുന്ന ഒരു ആർട്ടിസ്റ്റാണ് മഞ്ജു ചേച്ചി. സ്റ്റിൽ അങ്ങനത്തെ ഒരുപാട് പേരുണ്ട്. അതായത് നമ്മൾക്ക് പകരം കാണാൻ പറ്റാത്ത ഒരുപാട് ആർട്ടിസ്റ്റുകളുണ്ട്. അവരെപ്പോഴും അവർ തന്നെയാണ്. അത് എനിക്കൊന്ന് എല്ലാവരും വരണം, നല്ല ടാലൻറ്റഡ് ആയിട്ടുള്ള ആർട്ടിസ്റ്റുകളെല്ലാം വരണം തന്നെയാണ് എൻ്റെ ആഗ്രഹം. ആൻഡ് അങ്ങനെ കല്യാണം കഴിഞ്ഞു എന്ന് വെച്ചിട്ട് വീട്ടിലിരിക്കുക എന്ന് പറയുന്നത് ഓരോരുത്തരുടെ സ്വന്തം ഇഷ്ടമാണ്. മേ ബി ചിലപ്പോൾ നാളെ എനിക്ക് തോന്നുന്നു ദാറ്റ്
എനിക്കൊരു നല്ല ഫാമിലി ലൈഫാണ് ആവശ്യം എന്ന് എനിക്ക് തോന്നിയാൽ ഞാൻ മൂവീസ് ഒന്നും എടുക്കില്ല. അത് എൻ്റെ ഇഷ്ടം. ഞാനായി തന്നെ ഇരിക്കാനാണ് എൻ്റെ ഇഷ്ടം. നമ്മളിപ്പോൾ വേറെ ആരെങ്കിലും നമ്മൾ ഇമിറ്റേറ്റ് ചെയ്താൽ നമുക്ക് മിമിക്രി ചെയ്താൽ പോരെ, നമ്മൾ അഭിനയിക്കേണ്ട ആവശ്യമില്ല, നമുക്ക് മൂവി ചെയ്യേണ്ട കാര്യമില്ല. എനിക്ക് ഞാനായി തന്നെ ഇരിക്കണം. ഞാൻ ആരെപ്പോലെയുണ്ട് അല്ലെങ്കിൽ ഞാൻ ആരെപ്പോലെയാണ് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഞാൻ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. അല്ലാണ്ട് ഞാൻ ഇന്ന ആളെ പോലെയാണെന്ന് പറയുന്നത് ഐ ഡോണ്ട് ലൈക്ക് ഇറ്റ്. അങ്ങനെ ഇന്നതാണ് എൻ്റെ കഥാപാത്രം എന്നൊന്നും എനിക്കറിയില്ല. എനിക്ക് കിട്ടുന്ന കഥാപാത്രങ്ങളൊക്കെ നന്നാക്കാൻ ശ്രമിക്കാറുണ്ട്. എൻ്റെ ക്ലോസ് ടു ഹാർട്ട് എന്ന് പറയുന്നത് ഞാൻ ഇതുവരെ ചെയ്തതിൽ വെച്ച് സക്രയുടെ ഗർഭിണികളിലെ സൈറയാണ്. സോ എനിക്ക് പറയാൻ പറ്റില്ല ദാറ്റ് എന്താ പറയുക എൻ്റെ അതേ കഥാപാത്രമാണോ എന്ന് കംപ്ലീറ്റ് ആയിട്ട് എനിക്ക് പറയാൻ പറ്റില്ല. സോ കുറച്ച് കാര്യങ്ങൾ പല കഥാപാത്രങ്ങളിൽ വരാറുണ്ട് എന്നല്ലാണ്ട് എൻ്റേതായിട്ട് അതായത് ഞാൻ തന്നെയാണ് ഈ കഥാപാത്രം എന്നെനിക്ക് പറയാൻ പറ്റില്ല.